സേക്രലാണ്. ക്രേനിയൽ 3, 7, 9, 10 ആൻഡ് സേക്രൽ S2, S3 ആൻഡ് S4. പ്രീ ഗാംഗ്ലിയോണിക് സിമ്പത്തറ്റിക്കലി ഷോർട്ട് ആണ്, പാരാസിമ്പത്തറ്റിക്കലി ലോങ് ആണ്. പോസ്റ്റ് ഗാംഗ്ലിയോണിക് സിമ്പത്തറ്റിക്കലി ലോങ് ആണ്, പാരാസിമ്പത്തറ്റിക്കലി ഷോർട്ട് ആണ്. പിന്നെ പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ സിമ്പത്തറ്റിക് ഏതാണ്? അസറ്റൈൽ കോളിൻ ആണ്. പാരാസിമ്പത്തറ്റിക്കും അസറ്റൈൽ കോളിനാണ്. പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഏതാണ്? നോറെപ്പിനെഫ്രിൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഡോപ്പാമിനും എപ്പിനെഫ്രിനും. പക്ഷെ പാരാസിമ്പത്തറ്റിക്കിൽ ഏതാണ്? പോസ്റ്റ് ഗാംഗ്ലിയോണിക്കും അസറ്റൈൽ കോളിനാണ്. അതായത് പാരാസിമ്പത്തറ്റിക്, പ്രീ ഗാംഗ്ലിയോണിക് ആൻഡ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അസറ്റൈൽ കോളിനാണ്. റിസപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സിമ്പത്തറ്റിക്കിലും പാരാസിമ്പത്തറ്റിക്കിലും പോസ്റ്റ് ഗാംഗ്ലിയോണിക്കിൽ വരുന്നത് ഏതാണ്? നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ആണ്. അതിനുശേഷം റിസപ്റ്റർ ഓൺ ടാർഗറ്റിൽ വരുമ്പോഴത്തേക്കും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ഓൺ ടാർഗറ്റ് ഓർഗൻ. പക്ഷേ അതേ സമയത്ത് പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിൽ മസ്കുരാനിക് റിസപ്റ്റേഴ്സ് ആണ് വരുന്നത്. പ്രൈമറി എഫക്ട്സ് ഏതൊക്കെയാണ്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ഹാർട്ട് റേറ്റ് കൂട്ടുക, നമ്മുടെ കണ്ണ് പട്ടി അടിക്കുക അല്ലെങ്കിൽ പുലി കടിക്കാൻ വരുന്ന സമയത്ത് ഏതൊക്കെയാണ്? ഹാർട്ട് റേറ്റ് ഇടപെടാവുന്ന കൂടണം, പിന്നെ പ്യൂപ്പിൾസ് ഡയലേറ്റ് ആവണം, പിന്നെ ബ്രോങ്കിയൽ ട്യൂബ്സ് ഒക്കെ ഡയലേറ്റ് ആകുമ്പോൾ നമുക്ക് നല്ലോണം എയർ സർക്കുലേഷൻ, ഓക്സിജൻ ഇൻഫ്ലോ ഉണ്ടാവണം, ഡൈജഷൻ്റെ ഇൻഹിബിഷൻ ആയിരിക്കണം, പിന്നെ ഇൻക്രീസസ് ഗ്ലൂക്കോസ് റിലീസ്. ഇതൊക്കെയാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സിമ്പതി ആവശ്യമുള്ള സമയത്ത് നമുക്ക് വേണ്ടത്. പക്ഷേ പാരാസിമ്പത്തറ്റിക് നമുക്ക് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിന്റെ സമയത്ത് ആക്ടിവേറ്റ് ആയിരിക്കുന്ന നെർവസ് സിസ്റ്റമാണ്. അവിടെ ഇങ്ങനെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുക, പീപ്പിൾ കൺസ്ട്രക്ട് ചെയ്യുക, ബ്രോങ്കിയൽ ട്യൂബ്സ് ഒക്കെ കൺസ്ട്രക്ട് ആവുക, ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, സലൈവ പ്രൊഡക്ഷൻ ഒക്കെ കൂട്ടുക, ബ്ലാഡർ കോൺട്രാക്ഷൻ ഉണ്ടാക്കുക. ഫംഗ്ഷൻ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറയാമല്ലോ, നമുക്ക് സിമ്പത്തറ്റിക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആണ്, വേറെ പാരാസിമ്പത്തറ്റിക് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ആണ്. ക്ലിനിക്കൽ റെലവൻസ് എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇമ്പോർട്ടൻറ്റ് ഫോർ മാനേജിങ് സ്ട്രെസ് റെസ്പോൺസസ്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് എമർജൻസി സിറ്റുവേഷൻ. സ്ട്രെസ്സോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഉള്ളപ്പം നമ്മൾ ഈ സിമ്പത്തറ്റിക് കുറയ്ക്കാനായിട്ടുള്ള തരത്തിലുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫോർ മാനേജിങ് റിലാക്സേഷൻ ലൈക്ക് ഡൈജഷൻ ആൻഡ് എനർജി കൺസർവേഷൻ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ അഡ്രിനർജിക് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമുക്ക് അഡ്രിനർജിക് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മുടെ പ്രീ ഗാംഗ്ലിയോണിന് കഴിഞ്ഞ് പോസ്റ്റ് ഗാംഗ്ലിയോണിന് ആരെയാണ് റിലീസ് ചെയ്യുന്നത്? അഡ്രിനാലിനെ അല്ലെങ്കിൽ നോർ അഡ്രിനാലിനെ, അങ്ങനത്തെ കാറ്റക്കോലമൈൻസിനെയാണ് റിലീസ് ചെയ്യുന്നത്. ഈ പോസ്റ്റ് ഗാംഗ്ലിയോണിക്ക് നോർ അഡ്രിനാലിൻ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അത് എവിടെ പോയി ബൈൻഡ് ചെയ്യും? അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്. അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ആരൊക്കെയാണ്? ആൽഫ ആൻഡ് ബീറ്റ റിസപ്റ്റർ. ആൽഫ 1, പിന്നെ ബീറ്റ 1, ബീറ്റ 2 അങ്ങനെയുള്ള അഡ്രിനർജിക് റിസപ്റ്റേഴ്സിലാണ് പോയി ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്തെന്ന് വിളിക്കാം? അഡ്രിനർജിക് സിസ്റ്റം എന്ന് വിളിക്കാം. അതാണ് തന്നെ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്കറിയാം പ്രീ ഗാംഗ്ലിയോണിക്കിൽ നിന്നും റിലീസ് ആവുന്ന അസറ്റൈൽ കോളിനാണ്, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗാംഗ്ലിയോണിക്കിൽ നിന്നും റിലീസ് ആവുന്ന അസറ്റൈൽ കോളിനാണ്. എന്നിട്ട് അസറ്റൈൽ കോളിൻ പോയിട്ട് ടാർഗറ്റ് ഓർഗനിലെ മസ്കുരാനിക് റിസപ്റ്റേഴ്സിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അസറ്റൈൽ കോളിനാണ് റിലീസ് ആവുന്നത്. കോളിനർജിക് റിസപ്റ്റേഴ്സ് ആക്സ് ഓൺ ദ കോളിനർജിക് റിസപ്റ്റേഴ്സ് ആയതുകൊണ്ട് നമ്മളതിനെ കോളിനർജിക് സിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാം. അടുത്തത് നമുക്ക് സിമ്പത്തറ്റിക് കോളിനർജിക് നെർവ്സ് നോക്കാം. ഈ സിമ്പത്തറ്റിക് കോളിനർജിക് നെർവ് എന്ന് പറയുന്നത് ഒരു മത്സ്യ കന്യകേനെ പോലെയാണ്. എന്തുകൊണ്ടാണ് ഞാനതിനെ ഒരു മത്സ്യ കന്യകേനെ ഉപമിക്കുന്നതെന്നറിയോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യ കന്യകേനെ ഓർത്ത് നോക്കൂ. അതിൻ്റെ തല ഒരു സുന്ദരീൻ്റെ തല പോലെയും അതിൻ്റെ വാല് മീനിൻ്റെ വാല് പോലെയും അല്ലേ. അതുപോലെയാണ് ഈ സിമ്പത്തറ്റിക് കോളിനർജിക് നെർവിൻ്റെ കാര്യം. തല, അതായത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തൊറാക്കോ ലംബാർ ഏരിയയിൽ നിന്നുണ്ടാകുന്ന നെർവ്സ് ആണ്. സിമ്പത്തറ്റിക് നെർവ്സ് ബേസിക്കലി അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ തൊറാക്കോ ലംബാറിൽ നിന്ന് ആണ് ഇതിൻ്റെ നെർവ് ഒറിജിൻ ചെയ്യുന്നത്. പക്ഷേ ഇതിങ്ങനെ വന്ന് എൻഡ് ആവുമ്പോഴത്തേക്കും എവിടെ പോയി എന്താണ് റിലീസ് ചെയ്യുന്നതെന്ന് അറിയോ? സാധാരണഗതിയിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താണ് റിലീസ് ചെയ്യേണ്ടത്? നമ്മുടെ പോസ്റ്റ് ഗാംഗ്ലിയോണിക്ക് സിമ്പത്തറ്റിക് നെർവസിന്റെ പോസ്റ്റ് ഗാംഗ്ലിയോണിക്ക് സാധാരണഗതിയിൽ നമ്മുടെ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ അങ്ങനെയുള്ള കാറ്റക്കോലമൈൻസ് ആണ് റിലീസ് ചെയ്യുന്നത്. പക്ഷേ ഈ സിമ്പത്തറ്റിക് കോളിനർജിക് നെർവസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പോസ്റ്റ് ഗാംഗ്ലിയോണിക്ക് കാറ്റക്കോലമൈൻസിന്, അതായത് അഡ്രിനാലിനോ നോർ അഡ്രിനാലിന് പകരം റിലീസ് ചെയ്യുന്നത് ആരെയാണ്? അസറ്റൈൽ കോളിൻ ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളതിനെ സിമ്പത്തറ്റിക് കോളിനർജിക് നെർവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെവിടെയായിരിക്കും ആക്ട് ചെയ്യുക? നമ്മൾ പാരാസിമ്പത്തറ്റിക്കിനെ പോലെ മസ്കുരാനിക് റിസപ്റ്റേഴ്സിലെ പോയി ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിത് നോക്കാം. അപ്പം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇത് തൊറാക്കോ
തൊറാക്കോ ലംബാർ ഏരിയയിൽ നിന്ന് നെർവ് ഉണ്ടായതിനു ശേഷം പ്രീ ഗാംഗ്ലിയോണിക് ഷോർട്ടാണ്. അതിനുശേഷം ആദ്യം അസറ്റൈൽ കോളിൻ റിലീസ് ആവുന്നു. അവിടുന്ന് എന്താ സംഭവിക്കുക? അസറ്റൈൽ കോളിൻ പോയിട്ട് പോസ്റ്റ് ഗാംഗ്ലിയോണിക്കിന്റെ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ട് അവിടുന്ന് ആക്ട് ചെയ്ത് പോസ്റ്റ് ഗാംഗ്ലിയോണിൽ ആക്ട് ചെയ്ത് പോസ്റ്റ് ഗാംഗ്ലിയോണിക് എന്താ ചെയ്യാം? അവിടുന്ന് നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്നുള്ള കാറ്റക്കോലാമൈൻസിനെ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. ഈ നോറെപ്പിനെഫ്രിൻ എവിടെ പോയി ആക്ട് ചെയ്യുന്നു? അഡ്രിനർജിക് റിസപ്റ്റേഴ്സ് ഓഫ് ദ ടാർഗറ്റ് ഓർഗൻ. അതായത് ഇപ്പൊ നമ്മുടെ ഹാർട്ടാണ് കേട്ടോ. ഹാർട്ടാണെങ്കിൽ ഹാർട്ട് റേറ്റ് കൂട്ടും. ഇനിയിപ്പോ നമ്മുടെ കിഡ്നി അല്ല കേട്ടോ, ഇത് ലങ്സ് ആണ്. ഇത് ലങ്സ് ആണെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് കൂട്ടും, പിന്നെ BP കൂടും. ഇങ്ങനെയൊക്കെയാണ് ഇത് പൊതുവെ ചെയ്യുന്നത്. പക്ഷേ സിമ്പത്തറ്റിക് കോളിനർജിക് നെർവിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തൊറാക്കോ ലംബാർ ഏരിയയിൽ നിന്ന് നെർവ് ഒറിജിനേറ്റ് ചെയ്യുന്നു. പ്രീ ഗാംഗ്ലിയോണിൽ നിന്ന് അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യുന്നു. അസറ്റൈൽ കോളിൻ എന്തിനെ ഇതാക്കുന്നു? പോസ്റ്റ് ഗാംഗ്ലിയോണിലുള്ള നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിൽ ചെന്ന് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെയാണ് സ്പെസിഫിക്കലി നമ്മുടെ മാറ്റം വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സിമ്പത്തറ്റിക്കിൽ നോറെപ്പിനെഫ്രിൻ എപ്പിനെഫ്രിൻ ഉണ്ടാവുന്ന സ്ഥാനത്ത് ഇവിടെ അസറ്റൈൽ കോളിൻ ആണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റൈൽ കോളിൻ ഏത് റിസപ്റ്ററിൽ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ? മസ്കുരാനിക് റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ പൊതുവെ ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? പാരാസിമ്പത്തറ്റിക്കിലാണ് പോസ്റ്റ് ഗാംഗ്ലിയോണിൽ അസറ്റൈൽ കോളിൻ റിലീസ് ആയിട്ട് മസ്കുരാനിക് റിസപ്റ്റേഴ്സിൽ പോയി ആക്ട് ചെയ്തിട്ട് റെസ്പിറേറ്ററി റേറ്റ് കുറയ്ക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിന്റെ സമയത്താണല്ലോ പാരാസിമ്പത്തറ്റിക് ആക്ട് ചെയ്യുക. അങ്ങനെയാണ് നടക്കാറ്. പക്ഷെ ഈ ഒരു എക്സെപ്ഷണൽ കേസിൽ തുടക്കം തൊറാക്കോ ലംബാർ റീജിയനിൽ നിന്ന് എന്നിട്ട് പോസ്റ്റ് ഗാംഗ്ലിയോണിക് അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്തിട്ട് മസ്കുരാനിക് റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? സിമ്പത്തറ്റിക് കോളിനർജിക് നെർവസ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിന് എവിടേക്കാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ പൊതുവെ ഈ സിമ്പത്തറ്റിക് കോളിനർജിക് നെർവ്സ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വെറ്റ് ഗ്ലാൻഡ്സിലും ബ്ലഡ് വെസൽസിലും. അതായത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ അസറ്റൈൽ കോളിൻ ചെന്നിട്ട് മസ്കുരാനിക് റിസപ്റ്റർ ഓഫ് സ്വെറ്റ് ഗ്ലാൻഡിൽ ബൈൻഡ് ചെയ്തിട്ട് സ്വെറ്റിംഗ് കൂട്ടും. ബ്ലഡ് വെസൽസിലും അതേ കണക്കാണ്. അസറ്റൈൽ കോളിൻ കാരണം വാസോ ഡയലേഷൻ ബൈ ആക്ടിങ് ഓൺ മസ്കുരാനിക് റിസപ്റ്റർ. അപ്പം ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റൈൽ കോളിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഇവിടെ സിമ്പത്തറ്റിക് കോളിനർജിക്കിൽ ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? സാധാരണഗതിയിൽ സിമ്പത്തറ്റിക്കിൽ അഡ്രിനാലിൻ ഓർ നോറഡ്രിനാലിനാണ് പോസ്റ്റ് ഗാംഗ്ലിയോണിന് റിലീസ് ആവേണ്ടത്. പക്ഷെ ഇവിടെ അതിന് പകരം പാരാസിമ്പത്തറ്റിക് എന്ന പോലെ അസറ്റൈൽ കോളിൻ ആണ് റിലീസ് ആവുന്നത്. അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റിസപ്റ്ററിൽ ആക്ട് ചെയ്യും? മസ്കുരാനിക് റിസപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുക. ടാർഗറ്റ് ഓർഗൻസിന്റെയോ ടാർഗറ്റ് ടിഷ്യൂസിന്റെയോ മസ്കുരാനിക് റിസപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുക. അത് ഏതൊക്കെയാണ് ഈ സിമ്പത്തറ്റിക് കോളിനർജിക് നെർവ്സ് ആക്ട് ചെയ്യുന്ന ടാർഗറ്റ് ഓർഗൻസ്? ഒന്ന് സ്വെറ്റ് ഗ്ലാൻഡും, രണ്ട് ബ്ലഡ് വെസലും. അപ്പം ഈ പാത്വേ, ഈ ഒരു സിമ്പത്തറ്റിക് കോളിനർജിക് പാത്വേ എന്ന് പറയുന്നത് ഈസ് ആൻ എക്സെപ്ഷൻ ടു ദ ടിപ്പിക്കൽ നോറെപ്പിനെഫ്രിൻ റിലീസ് ഇൻ ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമുക്ക് പറയാമല്ലോ, അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ.